വർഷം മുമ്പ് എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇപ്പൊ സബലീകരിച്ചു. मैं ऑस्ट्रिया से हूँ, थोड़ा थोड़ा हिंदी आता हूँ. मैं हिंदुस्तान सफ़र का हूँ. എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററിയില്ല. 1880 AD പടുത്ത ബംഗ്ലാവാണ്. बहुत खुश हैं हम आज. जब भी हम परेशानियों में पड़ते हैं ना तो थोड़ा परेशान हो जाते हैं, लेकिन आज कोई परेशानी नहीं. आपसे मिलके बहुत अच्छा लगा. Hi. Kerala, yeah, I guess. Hi. You want tea? Tea? Actually tea na. Everything will be there. I don't like tea. No, he's coming. Everything will be there. Welcome, bro. Welcome. Thank you. तो भाई आज मैं बहुत खुश हूँ क्योंकि मैं लगभग 2 साल से मैं मिलना चाह रहा था भैया से, और आज मैं मिल लिया फाइनली. क्या बताऊँ, खुशी का ठिकाना नहीं है. साइकिल से आया मैं, वो भी मिलने. मैम यू नो हिंदी? हिंदी No. ना हिंदी. Namaste. नमस्ते. Egg, 2, 3. 3 only 1 2 3. What else? Dhanyavad. Thank you. Yeah. Come on, take out your shoes and come, bro. Okay. പുള്ളിക്കാരൻ 2 വർഷമായിട്ട് എന്നെ കാണാൻ വേണ്ടി കാത്തു കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ വിളിച്ചപ്പോ അയ്യോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചില്ല. അത് കേട്ട് ഇന്നലെ വിളിച്ചപ്പോ പുള്ളിക്കാരൻ എന്നെ കാണണം എന്ന എൻ്റെ ജീവിതം പൂരമാകുമെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ രാവിലെ സിറ്റിയിൽ പോയി പുള്ളിക്കാരൻ്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വിളിച്ചതാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേറൊരു ബീഹാറിലുള്ള പുള്ളിയുടെ നാട്ടുകാരൻ അങ്ങനെ പുള്ളിയെ വീട്ടിൽ കൊണ്ടുപോയി. അവസാനം ഞാൻ വീട്ടിൽ ലൊക്കേഷൻ അയച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ nice to meet you, man. Welcome home. पुलिया ना आप किधर से किधर तक जा रहा है? बिहार से ऑल ओवर इंडिया. बिहार से ऑल ओवर इंडिया जा रहा है. केरला कैसा है? बहुत मस्त लगा. मेरा फेवरेट था केरला. हाँ. और आज मुकम्मल हुआ मेरा केरला. पहुंच गए. 172 दिन लगा हमें यहाँ तक पहुँचने में. कितना दिन? 172 दिन से कंटिन्यू ट्रैवलिंग चल रहा है. 172. 172. 172. ओके. बहुत अच्छा. പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ ഇതാണ്ട് നൊമാഡ് റൈഹാൻ. നൊമാഡ് റൈഹാനൊക്കെ അറിയില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. This is for you. Thank you. Match color na? Thank you. Okay. Super match. Bro, this is for you. ഓക്കെ ബ്രോ, താങ്ക് യു. കേട്ടോ, 1 രൂപ ഇല്ലാതെങ്കില് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. കേട്ടോ, ഇതിൻ്റെ ഇടയിൽ പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. നമ്മുടെ പുള്ളിയുണ്ട്. ഹേയ് ബ്രോ, നോക്കട്ടെ ഡ്രസ്സ്. ഇറ്റ്സ് നൈസ്. ആ ഡ്രസ്സിൻ്റെ മുകളിൽ ഇതിട്ട് ഇവരൊക്കെ ഈ ബീഹാറിലൊക്കെ ഈ പള്ളിയിൽ പോകുമ്പോൾ ബീഹാർ മേ ഐസായി പെൻഡേ ബീഹാറിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അവരുടെ പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് പ്രത്യേകമുണ്ട്. അപ്പം ഞാനെന്തായാലും പോട്ടെ. ഞാൻ മുണ്ടൊക്കെ കൊടുത്തു പോവാണ്. Must eat food, Kerala food, Malayali food. Okay. White rice, പരിപ്പ്, സാമ്പാർ, അച്ചാർ, മിച്ചർ. അവനൊന്നും മനസ്സിലാവുന്നില്ല. കുറെ നേരത്തിൽ ഈ മലയാളത്തിൽ എന്തൊക്കെയാ പറയുന്നുണ്ട്. കരോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. റെഡി പോവാം. സമതിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. സമതാണ് നമ്മളെ വണ്ടി കൊണ്ടുവന്നത്. സമത് നമ്മുടെ അയൽവാസിയാണ് കേട്ടോ. പിന്നെ 2 പേരുണ്ട്. 2 പേർക്കും മലയാളം അറിഞ്ഞുകൂടാത്തോണ്ട് കരോള ഈസ് ഓൾവേസ് ഔട്ട് ഫോൺ ആണ് കേട്ടോ. കരോള ഭയങ്കര ഫോൺ അഡിക്റ്റ് കേട്ടോ. 2 ദിവസം കൊണ്ട് ഫ്രം ലാസ്റ്റ് 2-3 days യു ആർ ഫോൺ അഡിക്റ്റഡ്, യു നോ. You are always on phone. You are always on phone, you know. You are always on phone. Bro, बोलो कैसा आपको लग रहा है इधर का केरला का कैसा है? इधर आया आपको क्या लग रहा है आपका? बोलो. केरला दरअसल मैं बिहार से आ रहा हूँ और 172 दिन लगे हमें आप तक पहुँचते. केरला और मेरा फेवरेट स्टेट है. तो हम बचपन से ही मतलब सोच के रखे थे कि केरला जाएंगे. हमेशा मैप में और वीडियो वगैरह में देखा करते थे कि भाई केरला तो बड़ा ही लाजवाब स्टेट है. तो हम सोचते थे क्यों ना इसको देखा जाए. और देखने के लिए मेरे पास जो था साइकिल, जो साइकिल का मेरा नाम है NR. मैंने NR साइकिल का नाम रखा है. तो मैं उससे निकल पड़ा और आज बहुत खुश हूँ मैं, क्योंकि मैं जो 2 साल लगभग पहले सोचा था आयशा किंग नोमाद भाई से मिलने के लिए, आज वो पूरा हुआ और मैं बहुत खुश हूँ.
मैं तो बहुत क्या है आपका ज्यादा खुशी है പള്ളിയിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും എക്സൈറ്റ് ആയിരുന്നു സൈക്കിളിൽ നിന്നപ്പോൾ പുള്ളിക്കാരൻ സൈക്കിളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പണ്ടോട്ട് യാത്ര ചെയ്യണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു 2 വർഷത്തിന് മേലായി. അങ്ങനെ പുള്ളിക്കാരൻ്റെ കേരളം ഭയങ്കര ഫേവറേറ്റ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ പുള്ളിക്കാരൻ എന്തുകൊണ്ട് കേരളത്തിൽ പൊക്കിവിടാം, സൈക്കിളിൽ പൊക്കിവിടാമെന്നായി. പിന്നെ 2 വർഷം മുമ്പ് എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ സബലീകരിച്ചു. അപ്പോൾ ഞാനും അതിൽ വലിയൊരു ഹാപ്പിയാണ്. എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിലേറെ ഹാപ്പിയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുപോയി സദ്യ കഴിപ്പിക്കാനാട്ടെ. അപ്പോൾ വി ആർ ഗോയിങ് ടു ഈറ്റ് കേരള സദ്യ. हम केरला का सद्या, केरला का ट्रेडिशनल खाना खाने के लिए जा रहा है. हाँ जा रहे हैं अभी हम सब. ओके समझ गया बेटी 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 आपको समझ गया क्या समझ गया മനസ്സിലായോ? നമ്മൾ പോത്തങ്കോട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നീ എങ്ങനെ പറഞ്ഞത് പറ. കരോള ദിസ് ഈസ് പോത്തൻകോട്. പോത്തൻകോട് മലയാളത്തിൽ പോത്തങ്കോട് എന്ന് പറയും. ഇൻ ഇംഗ്ലീഷ് പോത്തൻകോട്. Cotton cord. പോത്തൻകോട്. പോത്തൻകോട് നോ Cotton cord. Yeah, not പോത്തങ്കോട്. പോത്തൻകോട്. This is പോത്തൻകോട്. You want ഷാർജ? Yeah. ഷാർജ പിടിച്ച കരോള ഷാർജയുടെ ആളാണ് കേട്ടോ. അല്ല ഞാൻ ഇന്നലെ രാത്രി കൂടെ ഷാർജ അടിച്ചു കൊടുത്തേ ഉള്ളൂ. ആ ഷാർജ കൊടുത്താൽ ഒന്നും വേണ്ട. രാവിലെ ഒരു ഷാർജ, 10 മണിക്ക് ഒരു ഷാർജ, 12 മണിക്ക് ഒരു ഷാർജ, അത് മാത്രം കഴിച്ചിങ്ങനെ ജീവിച്ചു പോകും കേട്ടോ. നമ്മളങ്ങനെ മഴക്കോളുണ്ട് കേട്ടോ. നല്ല മഴ. ഇന്നലോട്ട് നല്ല മഴ. നമ്മൾ അൽസാജ് ഹോട്ടലിലോട്ട് ഊണ് സദ്യ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സദ്യയൊക്കെ തീർന്നാന്തോ. ഹലോ. ഇവിടെ നമ്മുടെ റൈഹാനും നമ്മുടെ സമദിനും സദ്യയാണ് കേട്ടോ. നമ്മുടെ കേരള സദ്യ ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ. Are you eating this? आप पहले कर रहा है क्या? ये आपका पहले टाइम है, फर्स्ट टाइम है? हाँ फर्स्ट टाइम. टेस्ट कर दो. ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. 1 2 3 4 5 6 7 8 9 10 ഐറ്റം കറിയും പിന്നെ നമ്മുടെ പപ്പടവും ചിപ്സും പഴവും പിന്നെ ചോറും. ഇതാണ് കേട്ടോ. ചലോ ബ്രോ. ബ്രോ आपका खाना कैसा लग रहा है? बहुत अच्छा. और फर्स्ट टाइम खा रहे हैं हम ये. फर्स्ट टाइम खा रहा है. वेलकम टू केरला ब्रो. വെൽക്കം ടു पुलिकारण या ऐसा थोड़ा ऐसा आपको टेस्ट कर सकते, ऐसा कर सकते मतलब हाँ थोड़ा सब साथ में नहीं है. ऐसा एक कर ऐसा बहुत अच्छा लग रहा है. इसका स्वाद बहुत अच्छा है. हाँ ओके ഒന്നുകൂടെ പറ. ഓ എൻ്റെ ഇറച്ചിച്ചോറ് വന്നിട്ടുണ്ട്. ഇറച്ചിച്ചോറും പപ്പടവും. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അത് നേരത്തെ ഇന്ന് പറയാണ് മൈ എന്താ പറഞ്ഞ മൈ ബെല്ലി ഈസ് ബിഗ് ബെല്ലി. നമ്മൾ പായസം വന്നിട്ടുണ്ട്. 3 ഐറ്റം പായസം. ടേസ്റ്റ് ഇറ്റ് ബ്രോ ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഡസ് ഇറ്റ് ഫീൽ. बता दो कैसा लग रहा है? बहुत अच्छा स्वाद है. अच्छा स्वाद है. बहुत. कौन सी इसमें तीनों में कौन सी अच्छा तो ये खाएं अब इसका स्वाद बताते हैं. ओके ये भी मस्त है. मस्त है. ओके लास्ट वाला. इस 3 ऑफ them they are nice. बहुत अच्छा. कौन सी अच्छा है? ये भी मस्त है लेकिन ये थोड़ा अलग है. सबसे मस्त ये लगा हमको. ഓക്കെ അതാണ് ഏറ്റവും അടിപൊളി. നമ്മുടെ പാലട പായസം അല്ലേ? ഇതല്ലേ? ആ പാലട പായസം. എൻ്റെ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു. വയറ് പറഞ്ഞു. ഹവസ് कैसा लग रहा है केरला का फूड? बहुत अच्छा लगा. हाँ, ओके. और इससे पहले इस तरह का हम खाए नहीं थे और दरअसल ये केरला का फेवरेट है तो केरला में ही मिलेगा, जाहिर सी बात है. तो अभी कल आए हैं और अभी हमें खाना खाया ये वाला. बहुत अच्छा लगा. बहुत स्वादिष्ट था. अलग अलग ही स्वाद था क्योंकि अलग अलग वो टाइप्स का था तो इस वजह से बहुत अच्छा लगा हमें. ओके आप भोजपुरी जानती है? भोजपुरी समझते हैं लेकिन बोल नहीं पाते. पंजाबी भी समझते हैं लेकिन बोल नहीं पाते. ബീഹാർ में भोजपुरी ज़्यादा चलती है ना? हाँ भोजपुरी चलता है. ഓക്കെ പുള്ളിക്കാരന് ഭോജ്പൂരി അധികം അറിയില്ല. കരോള ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ മുക്കാലും പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഒന്നും കഴിച്ചില്ല. ഷാർജ ഷേക്കിന് വേണ്ടി ഒന്നും അൽസാജിയിൽ ഷാർജ ഷേക്ക് ഇല്ലാന്ന്. Sharjah and fried rice. It's what keeps me alive in Kerala. നീ 2 ദിവസത്തെ സദ്യ ഒരുമിച്ച് കഴിച്ചാ? ഞാൻ 2 ദിവസം സദ്യ ഒരുമിച്ച് 2 മാസത്തെ നിന്ന്. നമ്മൾ പെരുമാതുറ പാലത്തിന്റെ ഭാഗത്തോട്ട് വന്നാണ്. നമ്മുടെ നമ്മുടെ പുഴയും കടലും ഒരുമിക്കുന്ന ഇടമാണ്. സംഗമത്തിലോട്ട് നമ്മൾ സംഗമം കാണാൻ വേണ്ടി വന്നതാണ്.
നമ്മളെ പുഴ ഭാഗത്തു നിന്ന് നമ്മുടെ കടലിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ബോട്ടുകളാണ് കേട്ടോ കാണുന്നത്. കുറേ പേര് അതാണ്ട് ഇതൊക്കെ നമ്മൾ നീന്താനല്ലല്ലോ, മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ്. ഇതാ അവിടെയും കുറേ പേര് ഇന്ന് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ. നീ ഒന്ന് പിടിക്കാറുണ്ടോ ഇവിടെ? ഞാൻ പിടിക്കാറുണ്ട്. നീ കിട്ടോ? ആഹാ കരോളക്ക് ഇക്കളൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മുടെ പെരുമാതുറ ബീച്ച് ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ കടലും നമ്മുടെ പുഴയും കൂടെ പ്രണയം കണ്ടെത്തിയ ഒരു പോയിന്റ് ആണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ അവരുടെ സംഗമ സ്ഥലം. ഇവിടെ ഓരോ ബോട്ടുകളായിട്ട് കടലിലോട്ട് മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ട് എൻ്റെ അമ്മോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി. ഇതാ ഇവിടെ അവിടെ എല്ലായിടത്തും ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അവിടെ കയറ് കെട്ടിയിരിക്കുവാണ്. അങ്ങോട്ട് ഡേഞ്ചർ ആയതുകൊണ്ടാണോ ഇതാ അടുത്തൊരു ബോട്ട് പോവാ. ഇതാ ഇവിടെ പൊളിഞ്ഞ് ഒരു ബോട്ട് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം അപകടകരമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇതാ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ വള്ളങ്ങളാണത്. ഏതൊരു പാവട്ടവും പിടിച്ച മീനും തൂക്കി ഇത് വാ അത് ഇട്ടിട്ട് വാ. നമ്മളിനി ഇവിടെ വൈ യുവർ ഫേസ് നമ്മളിവിടെ നിന്ന് ഇനി വർക്കലയിലോട്ട് പോവാണ്. കരോള നല്ല രസമുണ്ട്. കരോളയുടെ അമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നത്. കരോള ലുക്ക് കരോള ഇതിന്റെ ഇടയില് ഞാൻ എൻ്റെ ഒരു ഓസ്ട്രിയൻ ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടി വന്നതാണ്. അതെന്താണ് നടന്നു വരുവാണ് കേട്ടോ. മുടിയൊക്കെ ഇട്ടതാ വരുവാണ് കേട്ടോ. വാലി ഗുഡ് മോർഗൻ. വാലി സേ ഹായ്. വാലിയെ കാണാനാണ് കുറെ നാളായിട്ട് വന്നത്. വാലിയെ ഞാൻ കുറെ നാളായിട്ട് കാണാൻ വേണ്ടി ഇരുന്നതാണ്. അങ്ങനെ വാലി കുറെ നാളായിട്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ഫൈനലി വി മെറ്റ്. What about Kerala? Do you want to say anything about Kerala? Honestly, I only spent the first few days I hitchhiked through Kerala when there was a lot of rain, and I met a lot of amazing people. But for the last month, I was just here at a yoga school, so I didn't really see. Like I was in prison basically for a month. I didn't really see too much. But the little bit that I did see in the hills and the people that I met while hitchhiking has been mesmerizing. And honestly, people have asked me which has been your favorite food on the journey, and honestly I think it's been Kerala food, like Kerala and Tamil Nadu, like South Indian food. She doesn't like Kerala food at all, you know. Really? And I have met a lot of people, everyone like Kerala food, but unfortunately Kerala don't like. It's okay, let's cheers. Cheers. You're the only one who's like at least trying to look into everyone's eyes. I looked, you know. Say again, bro, please. मैं ऑस्ट्रिया से हूँ, थोड़ा हिंदी आता हूँ. मैं हिंदुस्तान सफ़र का हूँ. I don't know if it's correct. Yeah, I'm probably messing it up. What else I want to say? ये बहुत मज़ा है. ये बहुत मजा है. केरला खाना बहुत मज़ा है. Do you know something in Malayalam language? No man. Because I've been stuck like in this school, you know. അതാ ഒരു മാസമായിട്ട് യോഗ സ്കൂളിൽ ഇവിടെയാണ്. ദിൽ തോ പാഗൽ ഹേ ദിൽ തോ ദീവാന ഹേ. दिल तो पागल है, दिल दीवाना है. ഓ അടിപൊളി. അടിപൊളിയായിട്ട് കുറെ ഹിന്ദിയൊക്കെ പറയും കേട്ടോ. വാലിമൻ കുറെ ഹിന്ദിയൊക്കെ പറയും. കരോള ഹിന്ദി പഠിച്ചിട്ടില്ല, മലയാളമാണ് കേട്ടോ കരോള ഫുള്ള് പഠിച്ചത്. അവളിവിടെ 2 മണിക്കൂറായി ഒരു ചായ കസേരയിൽ ഇരുന്ന് ചായ കുടിക്കാണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു ഒരു ചായ കൂടെ പറയണം, അല്ലെങ്കിൽ പുള്ളിക്കാരെ ഇറക്കി വിടും. എനിക്ക് ചായ വേണോ വിഷ്ണു? ഹായ് പറയാടാ ഭയ്യാ, ഹായ് ബോലോ ഇതാ രാജാവോ. വേണ്ട, മുതലാളി അടിക്കുമെന്ന് ഇവിടെ വന്ന. ഹസി ലഗ്രായേ അരേ ക്യാ ഇത്തന ശരമാറായേ ക്യാ. നടന്നു വിട്ടു. നമ്മുടെ വണ്ടി ഇവിടെ വഴിയിലായി. പോയി ജാക്കി വിടി പെണ്ണേ.
പോയി ജാക്കി പിടിക്കൂ കുട്ടി. ഷാർജ ആണോ? ഷാർജ? യു വാണ്ട് ഷാർജ? I'll order an Uber to Sharjah. ഓക്കെ. ഇന്ന് ടയർ പഞ്ചർ. അയ്യോ, അങ്ങനെ മാറ്റി ഇല്ല. ഓക്കെ, ഇനി താഴെ ഇറക്കിയാൽ താഴെ ഇറക്കിയിട്ട് ഒന്നും കൂടെ ആക്കിയാൽ. Mahin is working for once in his life. ഇംഗ്ലീഷ് സംസാരിച്ചാണ് അവരെടുത്ത് ചോയിര് മറ്റേ കുറെ ആക്കേണ്ടി. Hi. ഫ്രണ്ട് മേരെ ഫ്രണ്ട് Nice. നമ്മുടെ റൈഹാൻ വന്നിട്ട് നാട്ടിലെ തട്ടുദോശ വാങ്ങിച്ചു കൊടുക്കണ അതിനു വേണ്ടി വന്നതാണ്. തട്ടുദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. റൈഹാൻ, ലെറ്റ്സ് ഗോ ഈറ്റ് തട്ടുദോശ. തട്ടുദോശ കേരള കാ സ്ട്രീറ്റ് ഫുഡ്. കാനേക്കല്ല, കാന രാത് കാ കാന. ഡിന്നർ ഹമാര ഡിന്നർ. തട്ടുദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മഴയാണ് കേട്ടോ, ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. കൊള്ളാലോ തട്ടുദോശ. നമ്മളങ്ങനെ ഇവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമാഡ് റൈഹാൻ, ദോശ എങ്ങനെയുണ്ട്? കൈസായ ദോശ? കൈസായ? ബഹുത് അച്ഛായ. പൊളിച്ച ചമ്മന്തി പോലെ അല്ലേടാ? കുഴപ്പമില്ല കേട്ടോ. ഞാൻ വേറെ ഏതോ സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ചമ്മന്തി കൊള്ളൂല. നമ്മുടെ കരോളയ്ക്ക് അവസാനം കാടമുട്ടയാണ് കേട്ടോ കഴിക്കുന്നത്. കാടമുട്ടയെങ്കിലും കഴിച്ചല്ലോ, സമാധാനം. എന്തെങ്കിലും കഴിച്ച് കണ്ടാൽ മതി എനിക്ക്. കഴി അവിടെയും കുറെ പേരുണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഹലോ സബ്സ്ക്രൈബേഴ്സ്. ഇവിടെ നമ്മൾ തട്ടുദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹൗസ് ഇറ്റ്? സോർ. ദോശ പുളിപ്പാണ് കേട്ടോ, നമ്മൾ ഈസ്റ്റിട്ട് പുളിപ്പിച്ചാലേ. ഹൗസ് കാടമുട്ട? ബെറ്റർ. ഈറ്റ്. നമ്മൾ അടുത്ത ദിവസമായി. കഴിഞ്ഞ ദിവസം എല്ലാം കഴിഞ്ഞതാ. ഇവിടെ കരോള ഇവിടെ ഇരിപ്പുണ്ട്. നൊമാഡ് റൈഹാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. നൊമാഡ് റൈഹാനെ എല്ലാവരും നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ പുള്ളിക്കാരന് കൊടുത്തു, വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു, ഞാനൊരു തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, घर आने के लिए बहुत धन्यवाद. आपसे मिलकर भी अच्छा लगा. ओके, थैंक यू. आपको कुछ बोलना है केरला लोग को? बस इतना ही कहना चाहेंगे कि अब तक हम जो है ना, ये आज मेरा 173 दिन हो गया और मेरा 15 स्टेट हो चुका है. और अभी तक जो हमको सबसे अच्छा लगा ना, केरला लगा. आपका केरला. 15 സംസ്ഥാനങ്ങളിലെ പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കേരളമാണെന്നാണ്. ബഹുത് ഖുഷി ബ്രോ, ബഹുത് ധന്യവാദ്. रख दो उसका गिफ्ट है. रख दो. ओके, थैंक यू. എനിക്ക് ഇതുപോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ ചില ആളുകളൊക്കെ പണ്ട് പൈസ തരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നവർക്കും അത് കൊടുക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. എൻ്റെ ഒരു നിർബന്ധം കൂടിയാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഉമ്മയെ കൊണ്ട് പൈസ പഠിപ്പിച്ചത്. നൊമാഡ് റൈഹാൻ നമ്മുടെ വീട് വിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ വലിയൊരു പതാകയൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈക്കിളിലാണ്. പുള്ളിക്കാരൻ മുമ്പ് വേറെ ഏതൊരു സൈക്കിളിലായിരുന്നു, പിന്നെ അത് സൈക്കിൾ മാറ്റി ഈ സൈക്കിളിലാക്കിയതാണ്. एक दिन में कितना किलोमीटर साइकिल कर दूंगा? एक दिन में 80 जाता है मेरा. 80. ഒരു ദിവസം 80 കിലോമീറ്ററൊക്കെയാണ് സൈക്കിൾ ഓട്ടുന്നത്. അച്ഛാ ബടിയ. സോ ഹോട്ടൽ में नहीं रहता है? होटल में नहीं रहते हैं. ഓക്കെ, പുള്ളിക്കാരൻ ഇപ്പം ഭക്ഷണത്തിന് മാത്രം കാശ് ചിലവാക്കും, അല്ലെങ്കിൽ വലിയ കാശൊന്നും ചിലവാക്കില്ല. അപ്പോൾ ചലിയോ. ओके. പാവം കേട്ടോ പുള്ളി. सबसे अच्छा जो इंसान लगा, जो शख्स लगे, वो है ये माहिन भाई. അയ്യോ, ഇത്രയും വെക്കണ്ട. താങ്ക് യു സോ മച്ച്. बहुत बहुत शुक्रिया कि आप हमको टाइम दिए. आपका भी बहुत बहुत शुक्रिया. പുള്ളിക്കാരൻ പറഞ്ഞത് ഇത്രയും നാള് കണ്ടതിൽ ഏറ്റവും മികച്ച വ്യക്തി ഞാനെന്നാണ്. അയ്യോ, ഞാനിപ്പോ തളർന്നു വീഴും. बता नहीं सकते. നമ്മുടെ ചെറുക്കം പോകുന്നു. മിലേഗ. मिलके अच्छा लगा आपसे. ജറൂർ ബ്രോ, മീ ടു. അങ്ങനെ നൊമാഡ് റൈഹാൻ പുതിയ യാത്ര തുടങ്ങുവാണ്. നമ്മുടെ തിരുവനന്തപുരം ആദ്യത്തെ ജില്ലയാണ് കേട്ടോ. ഇനി പുള്ളിക്കാരൻ കാസർഗോഡ് വരെ പോകും. ബൈ ബ്രോ. Bye. ठीक है. टाटा. बाय बाय. एनी टाइम you can call me, okay? कुछ प्रॉब्लम लफड़ा कुछ है तो. അങ്ങനെ നൊമാഡ് റൈഹാനെ വിട്ടു. ഞാൻ തുടക്കട്ടെ. നൊമാഡ് റൈഹാൻ പോയി. ഇപ്പൊ കരോളയും കൊണ്ട് ഞാന് ഹാസിനെ ഒന്ന് നോക്കി പറയടാ, ഹായ് പറയടാ.
ആസിഫിനെ വിളിച്ചോണ്ട് നമ്മള് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു പുഴയോട് തീരത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. കരോളയും കൊണ്ട്. കരോളയ്ക്ക് വീട്ടിൽ വന്ന് ബോറടിക്കാമെന്ന് അങ്ങനെ പോവാണ്. ഇനി അവന്റെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഡേയ് ഹായ് പറ. ഹായ് വാ പോവാം. നമ്മളങ്ങനെ പോവാൻ വേണ്ടി പോവാണ്. എവിടെ എത്തിയടാ മുഹമ്മദ്? എവിടെ? പെരിങ്ങമല എത്തി. കരോളയ്ക്ക് വേണ്ടി കപ്പലണ്ടി വാങ്ങിച്ചു. കരോളയുടെ ഭക്ഷണം പിന്നെ കുറച്ച് ഷാർജ അടിച്ചു വെച്ചിട്ടുണ്ട് കരോളയ്ക്ക് വേണ്ടി. നിനക്കല്ല, അവൾക്ക് തൊട്ടാ വയ്ക്കോ. തിരുവനന്തപുരത്തെ വരയാട് മുട്ടയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മളിതാ ഇവിടെ ഉള്ള അക്കേഷ്യ മരം എല്ലാം മുറിച്ചിട്ടു. മെയിൻ റോഡ് കടന്നു നമ്മളിപ്പോ ഏതോ ഒരു കാട്ടിലൂടെ പോവാണ്. ഫോറസ്റ്റുകളിൽ പിടിച്ചകത്തിടോ. ഏത് വഴിയാന്ന് കേട്ടോ. ഞാനിതിലെ കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഉള്ള മഴയും കൂടെ ആയതുകൊണ്ട് തെന്നാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ വന്നപ്പോൾ മരം ഒടിഞ്ഞ് കിടക്കുവാണ്. ഇവിടെ ചെറിയതാ അരുവി ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എടുത്ത് മാറ്റിക്കോ. വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര തന്നെ ഇഷ്യോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതല്ലേ പിടിക്കുന്നത്. ഇതുപോലുള്ള 7 ചാല് താണ്ടി വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ എവിടെ പോകുന്ന ബ്രോ? അമാൻ ബ്രോ ഹായ് പറ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പറയൂ, കഥ പറയൂ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ആനപ്പാറ. നമ്മൾ ആനപ്പാറയിലാണ് പോകുന്നത്. ആനയെ കാണാൻ പറ്റോ? എത്ര ആഴ്ച ഉണ്ടോ നോക്ക്. അത്രയും പോവല്ലേ. വണ്ടിയില്ലാതെ നമ്മള് 7 പുഴകളും നടന്ന് താണ്ടാൻ വേണ്ടി പോവാണ്. ഏകദേശം 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എൻ്റെ കൂടെ ആസിഫ്. നമ്മുടെ 6ാമത്തെ പുഴയും കടന്ന് വരുവാണ്. ഇനി ഒന്നുകൂടെ അല്ലേ? ഇനി 7ാമത്തെ കേട്ടോ. ഒന്നുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ടെത്തും. കാട്ടിൻ്റെ അകത്തൊക്കെ ഇവിടെ നമ്മുടെ സർപ്പക്കാവൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ആളുകളുടെ സർക്കപ്പാവാണ്. വായ നേരാവുന്നില്ല. സർപ്പക്കാവ്, സോറി, സർപ്പക്കാവാണ് അപ്പുറത്ത് നമ്മൾ കണ്ടത്. നമ്മൾ നടന്നു പോവാണ്. അവിടെ 2 വീടൊക്കെ ഉണ്ട്. അവിടെ റബ്ബർ വളമുണ്ട്. കരോള, ഹൗ ഡു യു ഫീൽ? Very connected to nature. Okay. I feel like one with the creator. One with the creator. And my third eye is almost opening. Okay. മനസ്സിലായല്ലോ. ഇത് കൊള്ളാലോ. കുറെ ആയല്ലോ നമ്മളിവിടെ ചെറിയൊരു 7 കൂടുതലായി. നമ്മളിവിടെ ചെറിയൊരു അണക്കെട്ട് പോലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. വാ, പേടിയാണ്. വല്ല പാമ്പ് വല്ലതും ഉണ്ടോന്നോ. എവിടാ? ഇതെവിടാടാ? കൊള്ളാലോ സ്ഥലം. ഫുള്ള് കുഴിയും പാറയും. എൻ്റെ അമ്മോ. നമ്മുടെ വെള്ളച്ചാട്ടം എന്തോ അപ്പുറത്താണ് കേട്ടോ. ആ കാണുന്നതാണ്. ഇവിടെ ഫുള്ള് ചറവലുണ്ട്. കരോള കെയർഫുൾ. നമ്മളങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഇവിടെ കുറേ ആൾക്കാർ വന്നതാ. അയ്യേ, വേസ്റ്റൊക്കെ ഇട്ട് നോക്കിക്കേ കോലം. ഇവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ട് വെറും മോശമാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ കാട്ടിലൂടെ നടന്ന് നമ്മൾ തിരിച്ച് വണ്ടി വെച്ച സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ആ സ്ഥലം നല്ല രസമുണ്ട്. പക്ഷേ ആളുകളൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് ഇതാക്കിയിരിക്കുകയാണ്. പിന്നെ ആ ദുരൂഹത പോലെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി നിന്നില്ല. നമ്മളിനി പയ്യൻ മങ്കയം വാട്ടർഫോളിലോട്ടൊക്കെ ഒന്ന് പോവുകയാണ്.
ഇവിടെ നല്ല ഒഴുക്ക് വന്നാൽ മഴയൊക്കെ വന്നാൽ പിന്നെ ഇത് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടല്ലേ? എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോയത്. കരോളെ അറിയാമോ? അറിയാം. പിന്നെ ഞാൻ എല്ലാ വീഡിയോസും ഹായ് പറഞ്ഞോ? എന്തായാലും ബ്ലർ ചെയ്യണം എന്റെ ഒരു എല്ലാവർക്കും കുളകെട്ടാണല്ലതാ അവിടെ. ഇവിടെ കരോളയുടെ കാലിലുണ്ടോ? കരോളുടെ കാലിലില്ല. കയ്യില് വെച്ചോ, ഇവിടെ വെച്ചോ. കീപ് ഇറ്റ് ഹിയർ. എന്റെ രക്തം എന്താ ഇത്രയും പോകുന്നുണ്ട്? വേറൊരു സ്ഥലത്തുനിന്ന് ഇപ്പൊ വേറൊരു ഭാഗത്തോട്ട് പോവാണ്. ഇവിടെയുള്ള ലോക്കൽസ് പറഞ്ഞായിരുന്നു ആന ഉണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എലിഫന്റ് യു ലൈക്ക് എലിഫന്റ്? വി ഗോ ടു എലിഫന്റ്. ഫുൾ ഓഫ് റോഡാണ്. ആന മറിച്ചിടുന്ന ഓരോ കമ്പുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ആന ഓരോ കമ്പുകളൊക്കെ വലിച്ചിങ്ങനെ ഇട്ടേക്കുക. നമ്മളിവിടെ നിന്നൊരു പാറയിലോട്ടാണ് വന്നത്. ഇവിടെ നല്ല ശർക്കലുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഷാർജയൊക്കെയാണ് കൊണ്ടുവന്നത്. ഇതാണ് കേട്ടോ ഇവിടെയുള്ള പാറുള്ള സ്ഥലം. ഏത് നമ്മുടെ മുട്ടക്കൊന്ന് കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വരയാട് മുട്ട. തിരുവനന്തപുരത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ്. ആനപ്പിണ്ടൊക്കെ കിട്ടിയാട്ടോ. എവിടാണോ ഇതെത്ര ദിവസമാവും? 2 ദിവസത്തിന് 2 ദിവസം ആനപ്പൂപ്പും കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഇത് ഏത് റീജിയനാണ്? അത് പൊന്മുടി റീജിയനാണോ? പൊന്മുടി അപ്പുറത്തല്ലേ? അവിടെ അല്ലേ പൊന്മുടി? ആ ഒരു ഭാഗത്ത് അത് പൊന്മുടിയല്ല. അപ്പൊ ഇതേത് ഭാഗോ? ഇത് വേറെ ഒരു ഭാഗമാണ്. കളർ മാറിയിരിക്കണം ഓന്ത് കേട്ടോ. കൊറോണ വൈറസ് വന്നോ ഒന്ന് കണ്ടിട്ട്. നമ്മളങ്ങനെ മങ്കയം ഇപ്പോൾ ആക്ച്വലി ക്ലോസ്ഡ് ആണ്. പക്ഷേ പിന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് കയറാൻ പറ്റി. കരോളയ്ക്ക് ടിക്കറ്റ് വരുന്ന 300 രൂപയാണ് കേട്ടോ. നമുക്ക് വരുന്നത് 40 രൂപയാണ്. 300 രൂപ 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആളിരുന്ന് ഉറങ്ങുക. പിന്നെ വണ്ടിക്ക് വരുന്നത്, വണ്ടിക്ക് എത്ര 20 രൂപ അല്ലേ? ബൈക്കിന് 20 രൂപയാണ് വരുന്നത്. അല്ലാത്ത ആൾക്കാരൊക്കെ വെറുതെ കയറ്റി വിടൂല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇതിൻ്റെ ഒരു അകത്ത് തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അവർ അലൗഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും റെക്കമെൻഡേഷനൊക്കെ വേണം. 4:30 ശേഷം അലൗഡ് ചെയ്യാനുള്ള പാടാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ടാണ്. ബ്രൈമൂർ എസ്റ്റേറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പോകുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചതാ നമ്മുടെ ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ 300 രൂപ എടുത്ത് നമുക്ക് എൻട്രി കിട്ടി. ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ എൻട്രിക്ക് കൊടുത്തത്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാണുന്ന സംഭവമൊക്കെ നമ്മുടെ പണ്ടത്തെ എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിൻ്റെ തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണല്ലോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഒരു പ്രൈവറ്റ് ഒരു സ്വാമി എന്ന് പറയുന്ന പുള്ളിക്കാരന് പണ്ട് കാലങ്ങളിൽ എഴുതി കൊടുത്തതാണ് നമ്മുടെ ബ്രിട്ടീഷ് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ഈ ഫുള്ള് ലാൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ആണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊന്നുമല്ല. എവിടെയോ വണ്ടി നിർത്തി അതാണ്ട് മാടം വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് വന്നാണ്. ഇവരൊക്കെയാണ് കേട്ടോ സഹായിച്ചത് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ. നിങ്ങളുടെ പേരെന്താ? നബീൽ? നൈസാം തൗഫീഖ്. താങ്ക്സ് ബ്രോ. നിങ്ങളെവിടെ സ്ഥലം? പെരിങ്ങമല അല്ലേ? ഇവരൊക്കെ കാരണമാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയത്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ്. എന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. എല്ലാം ഈ സ്വാമിയുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലല്ലോ. ഇതെന്താ സംഭവം? എന്തൊക്കെ പൂവാണ് കേട്ടോ. മോളെ ഞാൻ പറഞ്ഞു ഇതെല്ലാം സ്വാമിയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. പുള്ളി കാണുമെന്തോ വീഡിയോ. എന്നാലും ക്ഷമിക്കുകയാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് വന്നതാണ്. ഇവിടെയൊന്നും അധികം ആളുകൾ വരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഉള്ളിലോട്ട് എപ്പോഴും കയറ്റി വിടൂല. ഇപ്പം തന്നെ നമ്മൾ 300 രൂപ കരോളയ്ക്ക് വേണ്ടി ഞാൻ 300 രൂപ കൊടുത്തായിരുന്നു. മറ്റേ അവിടെ 350 രൂപ കൊടുത്തു. എല്ലാം അവിടെ 650 രൂപ ചിലവായി. കരോളയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. ബാക്കി ഇവർക്ക് നമുക്കൊന്നും ആയില്ല. കരോളയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്യുന്നു ആ പൈസ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ മാടൻ വെള്ളച്ചാട്ടം. നല്ല തണുത്ത കാറ്റ്. ഇതും ഹൗസ് അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഫീലൊക്കെ നല്ല രസമുണ്ട്. പുതിയൊരാളെ ഹായ് പറ.
അടുത്ത് പോകുന്നത് ഇവിടുത്തെ മാഞ്ചിയക്കാടാണ്. അതായത് നമ്മുടെ മാഞ്ചികൾ 100-100 വർഷങ്ങളുള്ള മാഞ്ചിയം നിൽക്കുന്ന കാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഫോണ് ഞാൻ ഓഫ് ചെയ്യട്ടെ. ഇവിടെ ഫുള്ള് വെള്ളവും ഇതുമാണ്. ഇതോ അവിടെ നമ്മുടെ കോടയൊക്കെ ഇറങ്ങി നിൽക്കുവാണ്. കയറി പോവാണ്. ഇത് ഒരു അന്ത്യല്ല, നമ്മുടെ വരയാട് മുട്ടയൊക്കെ ആ ഭാഗമാണ്. വരയാട് മുട്ടയുടെ പുറകുവശമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പോവാം, കയറി പറ്റോ. ഒരു ഭാഗത്തു നിന്ന് നേരെ ഇനി നടന്ന് പൊന്മുടി കയറാം. ഇത് പണ്ടത്തെ രാജാക്കന്മാരല്ല, ഇവിടുത്തെ എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാരുടെ കുതിരപ്പാതയായിരുന്നു. ഇതിലേക്കൂടെ പൊന്മുടി മലയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നതാണ്. പക്ഷെ നടന്നു പോകാൻ കുറച്ച് പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. കുതിരപ്പാത അല്ലേ? ബ്രോ പോയിട്ടുണ്ടോ? നടന്നു പോയതാണ്, കുതിരയിലല്ല. കുതിര രാജസ്ഥാനി പോയി കൊണ്ടുവരേണ്ടി വരും. ഇവിടെ കുതിര കൊള്ളാം കേട്ടോ. നല്ലൊരു അവിടെ നമുക്ക് മലയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ. എത്ര വർഷമുണ്ട് ഈ മരത്തിന്? 100 വർഷമുണ്ട്. അപ്പൊ ഇത് യൂക്കാലി അല്ലേ? മാഞ്ചിയം. ഓക്കെ, കൊളകട്ട ഇഷ്ടമാണോ കേട്ടോ കരോളയ്ക്ക്? യു കീപ് ഇറ്റ് വിത്ത് യു. നൈസ്, കീപ് ഇറ്റ് വിത്ത് യു. വീട്ടിൽ ഉമ്മാരുടെ അടുത്ത് എത്തുമ്പോ എല്ല് മാത്രമേ കാണൂ, ബ്ലഡ് ഫുള്ള് കൊളകട്ട പിടിച്ചു ചേർക്കും. ബേബി കൊളകട്ട. ഇൻസൈഡ് ഗോ യു വിൽ ട്രൈ. ആണ് ഒന്നുകൂടെ പറയാനെ. കരോള, how did he say? Inside go, you will die. നല്ല രസമുണ്ട് കേട്ടോ. PSC പഠിക്കുന്നതാണ് ഇത് തന്നെ. നിനക്ക് PSC കിട്ടാത്താടാ. ചുമ്മാ കേട്ടോ നമ്മള് എന്നാലും ഇതിലേക്കിട്ട് എനിക്ക് പെൺകുട്ടിയല്ല പൊന്മുടി നടന്ന് പോകണമെന്നുണ്ട്. പക്ഷെ നടക്കില്ല കേട്ടോ. നല്ല അടിപൊളി റൂട്ടായിരിക്കും ഇതുവഴി. നമുക്ക് ഇനി താണ്ടെ കോട ഇറങ്ങി ഇതുവഴി നമ്മൾ കയറി വരുന്ന ഫുള്ള് പായലും. ഞാൻ വീഡിയോ എടുക്കാത്തതാണ്. ഫുള്ള് പായലും ഓഫ് റോഡ് വഴിയാ. It's nice, no? അതേനാ വെച്ചിരി. It's nice. His name is Kamarudin. Kamarudin. His name is Kamarudin. What is his name? Kamarudin is my grandfather. Joke. ഈ മാടം വാട്ടർഫോള് അവിടെ നിന്നൊക്കെ കണ്ടു. നമ്മളിപ്പോൾ GM ബംഗ്ലാവിലോട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ ഇരുട്ടി. ഇവിടത്തെ ഒരു സൗണ്ട് നോക്കിക്കോളേ. ഫുള്ള് നമ്മുടെ ഈ ക്രിക്കറ്റ്സ് ആണ്. അവസാനം നമ്മുടെ ബംഗ്ലാവിലോട്ട് വന്നിട്ടുണ്ട്. കൊള്ളാമല്ലോ, 2 കൂറ്റ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബംഗ്ലാവിന്റെ ഗേറ്റ് പോലെ. ഇത് യുക്കാലി അല്ലേ? നല്ല അടിപൊളി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. അവിടെ ബംഗ്ലാവ്. ഇത് ഏതെങ്കിലും സിനിമയിലൊക്കെ ഉണ്ടോ? സിനിമയിലുണ്ടോ എന്തോ. ഇവിടെ തന്നെ ഒരു ചെറിയൊരു നമ്മുടെ ദീപത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂട്ടിയിറങ്ങിയാണ് ഉള്ളിലോട്ട് ആണോ. ബ്രിട്ടീഷുകാർ വന്ന് പണ്ട് താമസിച്ച് സ്വാമിക്ക് പട്ട എഴുതി കൊടുത്തു പോയ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ ഇവിടുത്തെ ആളുകൾ ഈ ഊറ്റിയെടുത്ത സാധനമാണ്. പണ്ട് നമ്മളെ കോളനൈസ് ചെയ്ത സംഭവം അവർ സുഖമായിട്ട് അവരുടെ കയ്യിലാക്കി അല്ലേ. അടിപൊളി. ഇവിടെ നല്ല രസമുണ്ട്. അവിടെ നമുക്ക് വണ്ടിയിൽ പോകാനുള്ള ഒരു വഴിയാണ് ആ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല. ഇതാണ് കേട്ടോ പണ്ടത്തെ ബംഗ്ലാവ്. മോശം ബംഗ്ലാവ് നമുക്ക് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല. വലിയ നവീകരണമൊന്നുമില്ല. എത്ര 1880 കാലഘട്ടത്തിൽ പണിത ബംഗ്ലാവാണ്. ഈ ഗേറ്റ് കണ്ടിട്ട് ഇപ്പോൾ 50 വർഷത്തിൻ്റെ ഉള്ളിൽ പണിതെന്ന് തോന്നുന്നു. ഇവിടെ അതിൻ്റെ ഒരു ഹിസ്റ്ററി അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ഇല്ല, 1880 AD പണിത ബംഗ്ലാവാണ്. 10 റൂം, 1 കിച്ചൺ, 3 ബാത്റൂം. കൊള്ളാം. കുറച്ച് ഭാഗങ്ങളൊക്കെ. എന്താ ബ്രോ? ആ
കൊള്ളാം കേട്ടോ സംഭവം. ഇപ്പൊ നമുക്ക് വഴിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ക്ലോസ്ഡാണ്. ഇവിടെ ആരും നോക്കുന്നൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നശിച്ചു കിടക്കുവാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അരുവിയും സംഭവങ്ങളും കണ്ടോ. അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴിയുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ച് നമ്മളങ്ങനെ മങ്കയം ചെക്ക് പോസ്റ്റിന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ വന്നത് ചായക്കടയിലോട്ടാണ്. കരോളയുടെ കാലിലെ രക്തം കണ്ടോ. What happened? The vampires ate me. ബീച്ച് കടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ നൊമാഡോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഈ സൈക്കിളോട്ടി വന്നതാണ്, ഭയങ്കര ഹാപ്പി ആയി. ഞാൻ പറ്റാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയും വരാനൊക്കെ ഞാൻ പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ പുഴയിലൊക്കെ പോയി കരോളയിൽ കുറച്ചൊക്കെ ഹാപ്പിയായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിക്കുന്നു. അടുത്ത വീഡിയോ മട്ടാണ്. എല്ലാവർക്കും ബൈ.